രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇതേപോലെ നമുക്ക് മഞ്ഞ് വാരി എടുക്കാം കേട്ടോ. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തെങ്കിലും രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഫുൾ മഞ്ഞക്കളിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ ശരിക്കും കൊറിയൻ വൈബാണ് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. അപ്പോൾ 10:30 ആകുമ്പോഴാണ് നമ്മൾ ഡ്രൈവർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ 10 മണിയായപ്പോൾ ഇറങ്ങി നിന്ന് ഇവിടുന്ന് വീഡിയോ എടുക്കലായിരുന്നു. അങ്ങനെ കറക്റ്റ് ടൈമിൽ ഡ്രൈവർ വന്നു. നമ്മൾ ഇവിടുന്ന് കുളുവിലേക്ക് പോവുകയാണ്. അപ്പോൾ കുളുവിലേക്ക് കുറച്ച് ദൂരം ഇവിടുന്ന് പോകാനുണ്ടായിരുന്നു. പോകുന്ന വഴിക്കിന് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ പറ്റും. ഞങ്ങളൊന്നിലും കയറിയില്ല. നേരെ നമ്മളവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെ ഒക്കെ ഒന്ന് കറങ്ങിക്കണ്ടു. അവർ അന്നദാനം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫ്രീ ആണെന്ന് കേട്ടതും ഞങ്ങൾ ചാടിത്തുള്ളി ഇറങ്ങി ഇവിടുന്ന് അന്നദാനം തിന്നുന്നുണ്ട്. ഒരു കുഞ്ഞരിയുടെ ചോറും അതുപോലെ 2-3 കൂട്ടം കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പരിപ്പാണോ പയറാണോ ഒന്നും അറിയില്ല, എന്തൊക്കെയോ കറികൾ ഉണ്ടായിരുന്നു. ആദ്യം വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നെങ്കിൽ പിന്നെ ശീലമായി ഗൈസ്. കഴിച്ച് ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആയി. അതിനുശേഷം തൊട്ട് താഴെ പുഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുഴയിൽ പോയിട്ട് ഈ അമ്മച്ചിമാരവിടെ ഈ ഡ്രസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ഇട്ട് ഞങ്ങൾ കുറേ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാമറമാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോയ്ക്ക് 20 രൂപയാണ് കേട്ടോ. അങ്ങനെ അവർ നമുക്ക് 10-20 ഫോട്ടോസൊക്കെ എടുത്തരും, ഡിജിറ്റൽ കോപ്പി ആക്കി തരും. അപ്പോൾ കയ്യിൽ നല്ല കാശും അതുപോലെ തന്നെ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.